ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് ബോധം പോയി കിടക്കുമ്പോൾ എല്ലാവരും കൂടി വിളിക്കുകയാണേ, മോളെ ശ്രുതി എന്ത് പറ്റി, കണ്ണ് തുറക്കുമോളെ എന്നൊക്കെ പറയുമ്പോഴും ശ്രുതി കണ്ണൊന്നും തുറക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് നമ്മുടെ എനിക്ക് അങ്ങോട്ടേക്ക് വരികയാണേ. വാട്ട് ഹാപ്പൻഡ്, ശ്രുതിക്കുട്ടിക്ക് എന്ത് പറ്റി? കുറച്ചു മുൻപേ ഞാൻ ജ്യൂസുമായി വരുമ്പോൾ തല ചുറ്റി ബോധം പോയതാ എന്ന് അഞ്ജലി പറയുമ്പോൾ എനിക്ക് പറയുന്നുണ്ട്, അയ്യോ ഭൂതം പോയോ? ഇത് കേൾക്കുന്നത് നമ്മുടെ ശ്രുതി ഭൂതമല്ല അബോധം എന്ന് പറഞ്ഞിട്ട് കണ്ണ് തുറക്കുകയാണേ. യെസ് യെസ് ബോധം. വാട്ട് ഹാപ്പൻ ശ്രുതിക്കുട്ടി? ഇറ്റ്സ് മീ എനിക്ക് കണ്ണ് തുറക്ക് എന്ന് പറയണേ. അപ്പോൾ ശ്രുതി കണ്ണ് തുറക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നമ്മുടെ അശ്വിന് ദേഷ്യം പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് മാറിക്കൊടുക്ക്, ശ്രുതിക്ക് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കിട്ടട്ടെ പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ആ വളകൾ നിങ്ങളാണോ? അശ്വിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. മോളെ ശ്രുതി, നമുക്ക് വീട്ടിലേക്ക് പോവാ എന്ന് പറയുമ്പോൾ വീട്ടിലേക്ക് പോവാനോ? അപ്പോൾ ഇവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞോ? ഇല്ലല്ലോ, പൂജ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് പറയട്ടെ എനിക്ക്. അത് കേൾക്കുമ്പോൾ നമ്മുടെ അശ്വിൻ എനിക്ക് ഒരു നോട്ടം നോക്കുകയാണേ. സോറി, പൂജയല്ല പൂജ എന്ന് പറഞ്ഞ് തിരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അശ്വിൻ പറയുന്നുണ്ട്, നമുക്ക് ഡോക്ടറെ വിളിക്കുക എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അശ്വിൻ സർ, ഡോക്ടറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എങ്കിൽ നമുക്ക് എല്ലാവർക്കും പൂജ നടക്കുന്നിടത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടിയിട്ട് പോവാണേ. ശ്രുതി, നമുക്ക് പൂജയ്ക്ക് പങ്കെടുക്കാൻ പോവണ്ടേ? കം എന്ന് പറയുമ്പോൾ എനിക്ക് ചേട്ടൻ പൊക്കോളൂ, ഞാൻ വന്നേക്കാം എന്ന് പറയട്ടോ. അപ്പോൾ അശ്വിൻ എനിക്ക് നോക്കുന്നതും എനിക്ക് വേഗം അവിടുന്ന് പോവാണേ. എന്നിട്ട് അശ്വിനോട് ചോദിക്കുന്നുണ്ട്, ആ വളകൾ എനിക്ക് വേണ്ടത് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ നോൺസെൻസ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണേ. അതിനുശേഷം അശ്വിൻ താഴെ പോയിട്ട് ശ്രുതി വരുന്നത് നോക്കി നിൽക്കുകയാണേ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ അഞ്ജലി ചെന്നിട്ട്, അല്ല കുഞ്ഞാ, നിനക്കിതെന്തു പറ്റി? സാധാരണ നീ പൂജയ്ക്കൊന്നും പങ്കെടുക്കാത്ത ആളാണല്ലോ, ഇന്ന് നല്ല കുട്ടിയായി ഇവിടെ വന്ന് നിൽക്കുന്നു, എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണേ. ഏയ് ഒന്നുമില്ല. അല്ല കുഞ്ഞാ, നിനക്കും ശ്രുതിയെ പോലെ എന്തെങ്കിലും വല്ലായ്ക തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നീ ചെന്ന് റെസ്റ്റ് എടുത്തോട്ടോ പറയുമ്പോൾ അശ്വിൻ പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല ചേച്ചി. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറയട്ടോ അഞ്ജലി. അതിനുശേഷം പൂജാരി വന്നിട്ട് പ്രസാദം കൊടുക്കുന്നത് അശ്വിൻ്റെ കയ്യിലാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് കുറി തൊടുന്നുണ്ട് കേട്ടോ എന്നെടുത്തിട്ട്. അങ്ങനെ ശ്രുതിയും വരുന്നു. ശ്രുതി കുറച്ച് നേരം പ്രസാദമൊന്നും തൊടാതെ നിൽക്കുകയാണേ. അമ്മായി പറയുന്നുണ്ട്, എടുക്കുമോളെ. കയ്യിൽ ഷോളോടെ പൊക്കിയിട്ടാണ് കേട്ടോ പ്രസാദം എടുക്കാൻ പോകുന്നത്. അപ്പം അമ്മായി പറയുന്നുണ്ട്, ആ ഷോളൊക്കെ അങ്ങ് മാറ്റുകുട്ടി എന്ന് പറയുമ്പോൾ ഷോള് മാറ്റിയിട്ട് പ്രസാദം എടുത്ത് തൊടുകയാണ് കേട്ടോ. അപ്പോൾ ആ വളകൾ കാണുകയാണ് നമ്മുടെ അശ്വിൻ. അതിനുശേഷം നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടി പോവാണ് കേട്ടോ. അങ്ങനെ പിന്നാലെ നമ്മുടെ അശ്വിനും പോകുന്നുണ്ട്. അശ്വിൻ പോകുന്നത് ശ്രുതിയുടെ അടുത്തേക്ക് തന്നെയാണ്. അപ്പോൾ അശ്വിനെ കണ്ടത് ശ്രുതി ചോദിക്കുന്നുണ്ട്, സാറല്ലേ ഈ വളകൾ എനിക്ക് വേണ്ടി വാങ്ങിയത്? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നോൺസെൻസ് എന്ന് പറഞ്ഞു പോകുമ്പോൾ, എടോ കടലമിഠായി, താനാണ് എനിക്ക് വേണ്ടി ഈ വളകൾ വാങ്ങിയതെങ്കിൽ തന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കടോ എന്ന് പറയാൻ കേട്ടോ ശ്രുതി. അതിനുശേഷം നമ്മുടെ എനിക്ക് എല്ലാവരുടെയും ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കണേ. രാമേട്ട എല്ലാവരും ഓക്കെ അല്ലേ എന്ന് പറയുമ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട്, അശ്വിൻ സാർ വന്നിട്ടില്ല എന്ന കാര്യം. വെരി അശ്വിൻ ബ്രോ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ വന്നിയാണ്. പിന്നീട് ശ്രുതി വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരെ എനിക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടൊക്കെ മാറ്റിയിട്ട് ശ്രുതിയോട് ലെഫ്റ്റിലോട്ടും മാറി നിൽക്കാൻ പറയുമ്പോൾ അത് അശ്വിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ ശ്രുതി എത്തുന്നത്. രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. അതിനുശേഷം ഫോട്ടോ എടുക്കാൻ നേരത്ത് ശ്രുതി ആ വളകൾ കുലുക്കി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണേ. അശ്വിൻ ചോദിക്കുന്നത്, വാട്ട്സ് ദ ഹെൽ, ഇതെന്താ എന്നാണോ? ഇത് വളകൾ, ഇത് സാറ് തന്നെയല്ലേ എനിക്ക് വാങ്ങി തന്നത്, അതിനിപ്പോൾ എന്താന്ന് ചോദിക്കാട്ടോ അശ്വിൻ. ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോയ്ക്ക്. അതിനുശേഷം ഫോട്ടോ എടുത്തു കഴിഞ്ഞോ? അയ്യോ മോഹനേട്ടാ, എൻ്റെ മുടി ഇങ്ങനെ ഇട്ടില്ല എന്ന് പറയുമ്പോൾ മോഹനേട്ടൻ പറയും, നീ വാ പുറത്തേക്ക്, നമുക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയെയും കൂടി കൂട്ടിയിട്ട് പോവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ അശ്വിനും ശ്രുതിയൊന്നും കൂടെ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് ചെല്ലാണ്. ഹായ് ശ്രുതിക്കുട്ടി, ബാംഗിൾസ് കാണാൻ നല്ല അടിപൊളിയാണല്ലോ. ഇത് ഞാൻ സെലക്ട് ചെയ്ത വളകളല്ലല്ലോ, ഇത് കുറച്ചുകൂടി ബിഗ് ആണല്ലോ, ഇത് ആര് സെലക്ട് ചെയ്ത് തന്നതാ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അശ്വിൻ സായിറാം എന്ന് പറഞ്ഞത് അശ്വിൻ തിരിഞ്ഞു നോക്കുക കേട്ടോ. അല്ല, അശ്വിൻ സായിറാമിന് പോലും ഈ വളകൾ എവിടുന്നാന്ന് അറിയില്ല എന്ന് പറയണേ. ഓ, വളരെ രഹസ്യമായിട്ട് വാങ്ങിയതാണല്ലേ? അതെ അതെ, ഇത് മാനത്തുനിന്ന് പൊട്ടി വീണതാ എന്ന് പറയട്ടോ ശ്രുതി. ഓ, ബാംഗിൾസ് ഫ്രം സ്കൈ, ഓ ഗോഡ്, ദിസ് ഈസ് അൺബിലീവബിൾ. എവിടെയോ എന്തോ തകരാറ് പോലെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങ് പോവാണേ. അതിനുശേഷം നമ്മുടെ ശ്രുതി പൂക്കളൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അശ്വിൻ ആ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കണേ. അപ്പോൾ അങ്ങോട്ടേക്ക് എനിക്ക് വന്നിട്ട്, അശ്വിൻ ബ്രോ, ഇതെങ്ങനെയുണ്ട് ഈ ഫോട്ടോ? ശ്രുതിക്കുട്ടി വളരെ പ്രിറ്റി ആയിരിക്കുന്നു, നോക്കൂ എന്ന് പറയണേ. അശ്വിൻ പറയുന്നുണ്ട്, ഞാൻ പിന്നീട് നോക്കിക്കോളാം. എന്നിട്ട് എനിക്കയോട് പോകാൻ വേണ്ടിയിട്ട് പറയണേ. വീണ്ടും നമ്മുടെ ശ്രുതിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
ശ്രുതിയുടെ അടുത്തേക്ക് അഞ്ജലി എത്താണ് കേട്ടോ. ശ്രുതി, ഇതുവരെ നിന്റെ ജോലി കഴിഞ്ഞില്ലേ? ഇല്ല മാഡം. ഹായ്, നിന്റെ കയ്യിൽ നല്ല ഭംഗിയുള്ള വളകളാണല്ലോ. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ ശ്രുതി? ഓ, മാഡം പറയുന്നത് സത്യമാണോ? ഇത് നല്ല ഭംഗിയുള്ള വളകളാണോ? എന്നാലേ എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ കയ്യിലിട്ടപ്പോൾ എന്തോ പോലെ. എനിക്കിത് തീരെ ഇഷ്ടപ്പെട്ടില്ല മാഡം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അശ്വിനെ നോക്കുന്നത് അഞ്ജലി കാണാൻ കേട്ടോ. അപ്പോൾ അഞ്ജലിയും നോക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇത് തീരെ ഇഷ്ടമായില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ, തീരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഊരിക്കളയാൻ വേണ്ടിയിട്ടല്ലേ മാഡം പറയുന്നത്? അതെന്താണെന്നറിയോ ഞാൻ ഇതിട്ട് വന്നത്? ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ വെറും കൈയോടെ നടക്കണ്ടല്ലോ, അതുകൊണ്ട് മാത്രം ഇട്ട വളകളാണ്. വീട്ടിലെത്തിയിട്ട് വേണം ഈ വൃത്തികെട്ട വളകൾ ഊരിക്കളയാൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ അശ്വിനെ നോക്കുന്നത് അഞ്ജലി ശ്രദ്ധിക്കുകയാണ് കേട്ടോ. ശ്രുതി, നീ പോകുന്നതിന് മുൻപേ എൻ്റെ റൂമിൽ ഒരു പൂക്കോട്ടയുണ്ട്, അതൊന്ന് എനിക്ക് എടുത്ത് തരണേ എന്ന് പറയും. അതിനെന്താ മാഡം, ഞാൻ ഇപ്പോൾ തന്നെ എടുത്ത് തരാമല്ലോ എന്ന് പറഞ്ഞ് പോവാണേ. അപ്പം അശ്വിൻ്റെ അടുത്തേ കൂടെയാണേ. പോകുന്ന വഴിക്ക് തന്നെ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ വളകൾ വീണ്ടും കുലുക്കിയിട്ടാണ് കേട്ടോ ശ്രുതി അങ്ങോട്ടേക്ക് പോകുന്നത്. അഞ്ജലി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അശ്വിൻ അവിടുന്ന് പോകുന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മുടെ അശ്വിൻ അവിടുന്ന് പോവുകയാണേ. അങ്ങനെ ശ്രുതി അഞ്ജലിയുടെ റൂമിൽ പോയിട്ട് നോക്കുമ്പോൾ എവിടെ ഈ മാഡം പറഞ്ഞ കൊട്ട എവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിയുന്ന സമയത്ത് അശ്വിൻ അങ്ങോട്ടേക്ക് എത്തണേ. എന്നിട്ട് അശ്വിൻ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്നുണ്ട്. എന്താ നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കാൻ കേട്ടോ അശ്വിൻ. അത് പിന്നെ ഈ വളകൾ എനിക്ക് വേണ്ടി വാങ്ങിയത് നിങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ അശ്വിൻ ഇങ്ങനെ നിൽക്കാട്ടോ. ഓർമ്മയില്ലേ സംഗീതിന്റെ അന്നത്തെ പരിപാടിയിൽ ഞാനല്ലേ ജയിച്ചത്? അപ്പൊ ഞാൻ പറയുന്ന എല്ലാ കാര്യവും നിങ്ങൾ ചെയ്തോളാം എന്ന് എനിക്ക് വാക്ക് തന്നത് ഓർമ്മയില്ലേ? അതൊക്കെ ഓർമ്മയുണ്ട്. എങ്കിൽ പിന്നെ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാത്തത് എന്താന്ന് ചോദിക്കണേ. എന്താ നീ ചോദിച്ചത്? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ വളകൾ എനിക്ക് വേണ്ടി വാങ്ങിയതാരാ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ മിണ്ടാതെ ചിരിച്ചു നിൽക്കുന്ന എന്നൊരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.